ഹായ്. അമ്മ തറവാടും അവിടുത്തെ കാവും എനിക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. ഒരുപാട് ഓർമ്മകളാണ് അവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. കാവിലെ പ്രതിഷ്ഠാദിനത്തിൻ്റെ അന്ന് മക്കളെയൊക്കെ രാവിലെ നുള്ളിപ്പെറുക്കിയിട്ട് ഞങ്ങൾ കാവിലേക്ക് എത്തി. മലപ്പുറം അരിയല്ലൂരിലാണ് അമ്മ വീട്. ഓരോ വർഷം കഴിയും തോറും നമുക്ക് വയസ്സിൽ മാറ്റം സംഭവിക്കുന്ന പോലെ ഇവിടെ അമ്പലത്തിലും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. സഹിക്കാൻ പറ്റാത്ത ചൂടായതുകൊണ്ട് തന്നെ എല്ലാവരുടെ കയ്യിലും പേപ്പർ ഉണ്ടായിരുന്നു കേട്ടോ. വീശി അവിടേക്കും ഇവിടേക്കൊക്കെ മാറിയിരുന്ന വീശലായിരുന്നു ഞങ്ങളുടെ പണി. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ണാനുള്ള സമയമായി. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. പക്ഷെ ചൂടുകൊണ്ട് അധികം കഴിക്കാൻ പറ്റിയില്ല. എന്നാലും പായസമൊക്കെ 2-3 ഗ്ലാസ്സൊക്കെ അകത്താക്കി. സദ്യയുടെ കൂടെ വെക്കുന്ന പായസം കൂടാതെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കഴിച്ചിട്ടുള്ള പായസവും കൂടി സദ്യേൻ്റെ കൂടെ വിളമ്പിയിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ പിറന്നാളാണിന്ന്. എല്ലാ വർഷവും അമ്പലത്തിലെ പ്രതിഷ്ഠാദിനത്തിൻ്റെ അന്നാണ് ചെറിയേട്ടൻ്റെ പിറന്നാൾ വരാറുള്ളത്. അപ്പം അധികവും ഭക്ഷണം ഇവിടെ നിന്നാണ് ഉണ്ടാവാറുള്ളത്. അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരം ഗുരുതിയുണ്ട്. അപ്പം അതിലേക്കുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. അമ്പലത്തിൻ്റെ മുന്നിലുള്ള വീട്ടിൽ ഊഞ്ഞാല് കണ്ടപ്പോൾ ആമി അൻഷും ദേവൂട്ടിയും കൂടി പിന്നെ അവിടെ തന്നെയായിരുന്നേ. ഞാൻ പോകാൻ നേരത്തേക്ക് ഇതാ ഹരിയേട്ടൻ പോയിട്ട് ഓഫീസിലുള്ള എല്ലാവർക്കും കൊടുത്തോന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പായസമൊക്കെ ആക്കി തന്നിട്ടുണ്ട്. തിരിച്ചു വരുന്ന വഴിക്ക് ഇതുപോലൊരു പാർക്ക് കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും അവിടേക്ക് കയറിയിട്ടോ. കുട്ടികളാണെന്ന് നോക്കിയില്ല, ഞങ്ങൾ വലിയ ആൾക്കാരും അതിൽ കയറി കളിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അവിടുന്ന് വീണ് ഉരഞ്ഞിട്ട് എൻ്റെ ചന്തി പോയി ഗൈസ്.